ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം തെളിഞ്ഞുവെങ്കിലും മഹാസഖ്യം ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. 9 മണ്ഡലങ്ങളിലാണ് പ്രതിപക്ഷ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നത്. അതിനിടെ പ്രതിപക്ഷത്തിനെതിരെ അപ്രതീക്ഷിത നീക്കവുമായി ജാർഖണ്ഡ് മുക്തി മോർച്ച രംഗത്തെത്തി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജെഎംഎം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിൽ ആർക്കും പിന്തുണ നൽകില്ലെന്നും രാഷ്ട്രീയ വഞ്ചനയാണ് RJD കാണിച്ചതെന്നും ജെഎംഎം നേതാക്കൾ പരാതിപ്പെടുകയാണ്. രണ്ടാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് മഹാസഖ്യത്തിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുന്തോറും വലിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയാണ് മഹാസഖ്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ജെഎംഎം കൂടി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം അറിയിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ കോൺഗ്രസുമായി 9ഓളം സീറ്റുകളിൽ നേർക്കുനേർ മത്സരിക്കേണ്ട ഒരു സാഹചര്യം. ബീഹാർ തിരിച്ചുപിടിക്കുമെന്ന മഹാസഖ്യത്തിന്റെ മോഹം എത്രത്തോളം അകലെയാണ്? സ്വപ്ന, ഒന്നാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ തീയതി പിൻവലിക്കുന്ന തീയതി ഇന്നലെയാണ് അവസാനിപ്പിച്ചത്. അതിനുശേഷം 1314 സ്ഥാനാർത്ഥികളാണ് ഈ ഒന്നാം ഘട്ടത്തിൽ 121 സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ളത്. 61 പേർ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസ് മത്സരിക്കാൻ പരസ്പരം മത്സരിക്കുന്ന ഒരു സീറ്റിൽ നിന്ന് RJD സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസും സമാനമായ രീതി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലും മഹാസഖ്യത്തിലും ഒരു പ്രതീക്ഷ അവർ നിലനിർത്തുന്നത്. അതായത് രണ്ടാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികയുടെ അത് പിൻവലിക്കേണ്ട സമയമെന്ന് പറയുന്നത് 23-ാം തീയതിയാണ്. അതിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ പരസ്പരം മത്സരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് മഹാസഖ്യ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും 9 മണ്ഡലങ്ങളിലാണ് പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ 6 കോൺഗ്രസും RJDയും നേരിട്ട് മത്സരിക്കുന്നു. മറ്റ് 3 CPIയുമായിട്ടാണ് കോൺഗ്രസും RJDയും മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിള്ളൽ ഇപ്പോഴും ദൃശ്യമാണ്. BJP ഇത് ആയുധമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന സമയത്ത് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വ്യക്തമാക്കിയത് ഇത്തരമൊരു ചെറിയൊരു മേൽക്കോയ്മ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. പ്രത്യേകിച്ച് വോട്ടറധികാര യാത്രയൊക്കെ നടത്തിയൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു നേട്ടം RJD കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പിന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ അതല്ല അവസ്ഥ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് NDA എല്ലാ ശക്തിയും ഉപയോഗിച്ചുള്ള പോരാട്ടമാണ് ബീഹാറിൽ കാഴ്ചവെക്കുന്നത്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി 24-ാം തീയതി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടെ 2 റാലികളിൽ നേരിട്ട് പങ്കെടുക്കുകയാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്ന ഓളം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടി തന്നെ ഇനി എന്ത് മറുപടിയാണ് മഹാസഖ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് ജെഎംഎം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ജാർഖണ്ഡിൽ ജെഎംഎം കോൺഗ്രസ് RJD സഖ്യ സർക്കാരാണ്. 16 സീറ്റ് കോൺഗ്രസിനുള്ള ഒരു സംസ്ഥാനമാണ്. 33 സീറ്റ് അവിടെ ജെഎംഎം ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് മഹാസഖ്യം എന്നതിൽ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ ആ സ്ഥലത്താണ് ഇപ്പോൾ ജെഎംഎം ആദ്യം 6 സ്ഥാനാർത്ഥികൾ അവർ പ്രഖ്യാപിച്ചതാണ്. 2 സീറ്റ് നൽകാമെന്നുള്ളതായിരുന്നു മഹാസഖ്യത്തിലെ ധാരണ. അത് അംഗീകരിക്കാതെ വരികയും 6 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ആ 6 പേരെയും പിൻവലിക്കുകയാണ് ജെഎം ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്തു. അതിനുശേഷം അർദ്ധരാത്രിയോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ജെഎംഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർ പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി അവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ. തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുകയോ മത്സരിക്കാതിരിക്കുകയോ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷേ ഒരു മഹാസഖ്യത്തിന്റെ ഭാഗമായി നിന്ന് മറ്റൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു പാർട്ടിക്കും പിന്തുണ, അത് പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും ആർക്കും പിന്തുണ നൽകുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയട്ടെ എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. ഏതായാലും NDA വ്യക്തമാക്കുന്നത് അത്തരം ചെറിയ പാർട്ടികൾ ഇത്തരം നിലപാടെടുക്കുന്നത് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജെഎംഎമ്മിന് ശക്തി സ്വാധീനമുള്ള സ്ഥലങ്ങളുള്ള അല്ലെങ്കിൽ അവർക്ക് വോട്ട് കിട്ടാൻ ഉള്ള മേഖലകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാട് അവർ എടുക്കുമ്പോൾ അത് NDAക്ക് ഗുണകരമാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഒപ്പം തന്നെ പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് ഉണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും മറ്റു തർക്കങ്ങളും ഒക്കെ തന്നെ ഈ BJP ഇതര പാർട്ടികൾക്കിടയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ജെഎംഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നിലപാട് കൂടിയുള്ളത്. ഇനി ഏത് തരത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളതാണ് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുക. പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുമായി ചേർന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ NDA നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം പൂർത്തിയാക്കി ഒരു പടിയല്ല 2 പടി മുന്നിൽ തന്നെയാണ് ബീഹാറിൽ. അതേസമയം മഹാസഖ്യത്തിലെ പൊട്ടലുകളും ചീറ്റലുകളും ഒന്നും ഇനിയും അവസാനിക്കുന്നില്ല. എന്തായാലും രണ്ടാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതോടുകൂടി ഇതിനെല്ലാം ഏതാണ്ട് ഒരു അവസാനമായേ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പാണ്.